السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള രഹസ്യ വിജ്ഞാനങ്ങളെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അല്പം നാം സംസാരിച്ചു, വളരെ കുറഞ്ഞ്. ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാകാം, അങ്ങനെയാണെങ്കിൽ ഔലിയാക്കന്മാർക്ക് ശ്രേഷ്ഠതകൾ ഇത്രയും ഉണ്ടെങ്കിൽ അവർ അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠവാന്മാരാണോ എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് നാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചയച്ച സർവ്വ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാർ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ തന്നെയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഔലിയാക്കന്മാരിന് എത്ര ഉന്നത ദർജയുള്ളവരാണെങ്കിൽ തന്നെയും ശരി, ഔലിയാക്കന്മാരുടെ മുഴുവൻ ദർജകളും മുഴുവൻ പദവികളും മുഴുവൻ അവസ്ഥകളും എല്ലാം അവർക്ക് നൽകപ്പെടുന്നത് അമ്പിയാക്കന്മാരിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരമായി നൽകപ്പെടുന്നതാണ്. അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടുന്നതാവട്ടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ബഹുമാനമുള്ള റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും നൽകപ്പെട്ട മുഴുവൻ പദവികളും ശ്രേഷ്ഠതകളും സ്ഥാനങ്ങളും മഹത്വങ്ങളും എല്ലാം തന്നെ, മുഴുവൻ അറിവുകളും കഴിവുകളും എല്ലാം, എന്തെല്ലാം മുഅ്ജിസത്തുകളും എന്തെല്ലാം നൽകപ്പെട്ടിട്ടുണ്ടോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സർവ്വ പ്രവാചകന്മാരിലും അള്ളാഹു എന്തെല്ലാം റഹ്മത്തുകൾ നിഅമത്തുകൾ എന്തെല്ലാം ചൊരിഞ്ഞിട്ടുണ്ടോ, ലാഹിരിയായും ബാത്തുനിയായും അള്ളാഹു എന്തെല്ലാം സ്ഥാനമാനങ്ങൾ മഹത്വങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ലോകമാസകലം ഭരിക്കാനുള്ള, രാജാവാകാനുള്ള മഹത്വം, ആ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. സുലൈമാൻ നബി ലോകം അടക്കി ഭരിച്ച രാജാവാണ്. ഇപ്രകാരം ഏതെല്ലാം പ്രവാചകന്മാർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ച മഹാനാണ്. അങ്ങനെ എന്തെല്ലാം, ഞാൻ ചുരുക്കി പറയുകയാ, എന്തെല്ലാം മഹത്വങ്ങൾ ഏതെല്ലാം പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ടോ അത് മുഴുവനും മിൻ ഫൈലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉള്ളത് മാത്രമാണ്. അതായത് അതിന്റെ യഥാർത്ഥ അവകാശി, അതിന്റെ യഥാർത്ഥ അർഹത അത് ഹബീബായ തങ്ങൾക്കാണ് എന്നർത്ഥം. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ പിൻപറ്റിയത് കൊണ്ടും അവർ അംഗീകരിച്ചത് കൊണ്ടും ഹബീബായ തങ്ങളെ അവർ ഇഷ്ടം വെച്ച് ഹബീബായ തങ്ങളിലേക്ക് അവർ വന്നു ചേർന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് അമ്പിയാക്കന്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രേഷ്ഠത നൽകുന്നത്. അതായത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ്. അത് നാം മനസ്സിലാക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നൊരു അംശം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസുലാണ്, അടിസ്ഥാനമാണ്. അതിൽ നിന്നാണ്, അതിൽ നിന്റെ ഫറൈകളാണ്, അതിന്റെ വിശദീകരണമാണ്, അതിൽ നിന്ന് വന്നവരാണ് മുഴുവൻ അമ്പിയാക്കന്മാരും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രവാചകത്വം നൽകിയിട്ടുള്ളത്, അവിടെ നിന്നങ്ങോട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർക്ക് പ്രവാചകത്വം നൽകിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കണമെന്ന കൽപ്പനയോട് കൂടെ തന്നെയാണ്. നിങ്ങളുടെ കാലഘട്ടത്തിലെങ്ങാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ നിങ്ങൾ ഹബീബിനെ വിശ്വസിക്കണം. ലതൻസുറന്നഹു, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇത്രമാത്രം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു തആല ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അതായത് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും സർവർക്കും നൽകപ്പെട്ടുള്ള സർവ്വ പദവികളും സർവ്വ മഹത്വങ്ങളും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളത് മാത്രമാണ്. എല്ലാ പദവികളും അവിടത്തേക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ആ പദവികളുള്ളത് ഹബീബിനാണ്. പിന്നീട് ആ പദവികൾ അമ്പിയായിലേക്കും ഔലിയായിലേക്കും ചുരിഞ്ഞു കൊടുക്കപ്പെടുകയാണ്.
ഓരോരുത്തരും ഹബീബിലേക്കുള്ള അടുപ്പമനുസരിച്ച്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള അടുപ്പത്തിനനുസരിച്ച് അവരിലേക്ക് ചുരിഞ്ഞു കൊടുക്കപ്പെടുകയാണ്. ഇത് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, റുബമാ തക്കല്ലമൽ ആരിഫു അലാ ലിസാനില്ലാഹി ഔ അലാ ലിസാനി റസൂലില്ലാഹി ഔ അലാ ലിസാനിൽ ഖുതുബി എന്നൊക്കെ മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ചിലപ്പോൾ സംസാരിച്ചേക്കാം, അത് അള്ളാഹുവിൽ നിന്നുള്ള ഹിക്കായത്തായി, അള്ളാഹുവിൽ നിന്നുള്ള വചനമായി അവരുടെ നാവിൽ നിന്ന് വന്നേക്കാം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ അവരുടെ നാവിൽ നിന്ന് വന്നേക്കാം. ആ കാലഘട്ടത്തിന്റെ കുത്തുബ്, ആ കുത്തുബിന്റെ വചനങ്ങൾ അവരുടെ നാവിൽ നിന്ന് വന്നേക്കാം. ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് വരും. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം ഒരു ആരിഫിൽ നിന്ന് വരുമ്പോൾ നാം തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത്. അതല്ലെങ്കിൽ ബഹുമാനമുള്ള ശൈഖുനാ ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖുനാ നൂർ മുഹമ്മദ് അബൂ ബക്കറിൽ മദഊരി റളിയല്ലാഹു അൻഹു ബഹുമാനമുള്ളവർ പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ നാം തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി പോകരുത്. അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായും സത്യമായും ദൃക്സാക്ഷികൾ, നേർക്കുനേരെ കേട്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്നു, ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ബഹുമാനമുള്ള ശൈഖുന അങ്ങനെ പറയാറുണ്ട്, അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന്. ആ സമയത്ത് പലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ചിലർക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്, ലോകം ഇതിനു മുമ്പ് നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ബഹുമാനമുള്ള ശൈഖുന വഫാത്തായി പോയല്ലോ, ഇതിന് ശേഷം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചിലരൊക്കെയും അങ്ങനെ സംശയങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ആ കലാം വന്നത് ആരിൽ നിന്നാണ്? ആ കലാം വന്നത് എങ്ങനെയാണ്? ആ കലാം വന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന വചനത്തിന്റെ പൊരുള് അതാണ് സൂചിപ്പിക്കുന്നത്. ഹബീബിലൂടെ സർവചരാചരങ്ങളെയും അള്ളാഹു നിയന്ത്രിക്കുന്നു. അള്ളാഹു മാത്രമാണ്, ഒരുവനാണ് സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത്. അത് ഹബീബിലൂടെയാണ്. അതുകൊണ്ടാണ് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഓ നബിയേ, തങ്ങളില്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ പടക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഈ പ്രപഞ്ചങ്ങളെ ഒന്നിനെയും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. കുല്ലുഹും യത്ലുബൂന റിളായി വഅനാ തുലുബു റിളാക യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസല്ലേ, കുല്ലുഹും യത്ലുബൂന റിളായി, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ പൊരുത്തമാണ്, എന്റെ തൃപ്തിയാണെങ്കിൽ, ഓ ഹബീബേ, ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന അത്ലുബു റിളാക യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, ഹബീബായവരെ, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പൊരുത്തമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഹബീബിനോട്, ബഹുമാനമുള്ള മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ പൊരുത്തമാണെങ്കിൽ, ഓ ഹബീബേ, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പൊരുത്തമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളോട് പറയുകയാണ്. ലോകത്തുള്ള സർവ്വചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന്, ഒരു അംശത്തിൽ നിന്നാണ്. നൂറിന്റെ ഒരു അംശത്തിൽ നിന്നാണ് സർവ്വചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. അമ്പിയാക്കന്മാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, ആകാശഭൂമികൾ, സർവചരാചരങ്ങൾ, ഗോളങ്ങൾ എല്ലാം, സർവസ്വവും സൃഷ്ടിക്കപ്പെടുന്നത് അർശും കുർസും ലൗഹും ഖലമും എന്ന് വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന്, നൂറിന്റെ ഒരു അംശത്തിൽ നിന്ന് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. സർവ്വ അമ്പിയാക്കന്മാരും സർവ്വ ഔലിയാക്കന്മാരും സർവ്വ മലക്കുകളും സർവ്വ ജിന്നുകളും സർവ്വ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഹബീബിന്റെ നൂറിന്റെ ഒരു അംശത്തിൽ നിന്ന് മാത്രമാണ്. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം.
അപ്പോൾ സർവരിലേക്കും ചൊരിയപ്പെട്ട സർവ്വ റഹ്മത്തുകളും സർവ്വ അനുഗ്രഹങ്ങളും സർവസ്വവും സർവ്വ മഹത്വങ്ങളും അത് ഹബീബിൽ നിന്നുള്ളതാണ്, ഹബീബിന്റെ ഒരു അംശം മാത്രമാണ്. അപ്പൊ ഹബീബിന്റെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ ആ ഹബീബിലേക്ക് ചെന്നു ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ വിശദീകരണമായിട്ടാണ് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ലോകത്തേക്ക് അയച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ വലിയ മഹത്വത്തെ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഹബീബിന്റെ ഓരോരോ സിഫത്തുകളാണ് ഓരോരുത്തരിലൂടെയും, ഹബീബിന്റെ ഓരോരോ പ്രത്യേകതകളാണ് ഓരോ അമ്പിയായിലൂടെയും ഓരോ ഔലിയായിലൂടെയും ലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നത്. ഹബീബിന്റെ പ്രത്യേകതകളാണ്. ഇങ്ങനെ നാം മനസ്സിലാക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആദമിന്റെ സാക്ഷികതയും ഷീഫിന്റെ തത്വജ്ഞാനവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? അത് മുഴുവനും ഓരോ നബിമാരിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വിശേഷണ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു അംശം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് ഔലിയാക്കന്മാരും എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ബഹുമാനമുള്ള ഔലിയാക്കന്മാർ അവരുടെ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ വചനമാകാം, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാകാം. ഇങ്ങനെ മഹാന്മാരുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നാം വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാതെ ചിന്തിക്കാതെ നാം എന്തെങ്കിലും പറഞ്ഞു പോകരുത്. ഞാൻ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് ബഹുമാനമുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ബഹുമാനമുള്ളവർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന ആ വിശുദ്ധമായ തജല്ലിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ ഉറൂജ്, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള ആ വിലയം, അള്ളാഹുവിലേക്കുള്ള ഫനാ, ഒരു മനുഷ്യന്റെ ആ ലയനം, അവിടേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഒരാൾ അങ്ങനെ സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം അവരിൽ അള്ളാഹുവും അവന്റെ റസൂലും അവരിൽ ഉണ്ട് എന്നാണ്. ആ അന എന്ന് കടന്നു പറയുന്ന ആ അന കടന്നു പോകുന്നത്, അന എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്നത് അവരിൽ നിന്ന് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അവരുടെ ലാഹിരിയായ ഈ പ്രത്യക്ഷമായ ശരീരത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല, ഈ ശരീരത്തിനെ ആസ്പദമാക്കിക്കൊണ്ടല്ല അവർ അന എന്ന് പറയുന്നത്. അവരുടെ അന അത് കടന്ന് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ എത്തി അതിൽ വിലയം പ്രാപിച്ചതിന് ശേഷമുള്ള അനയാണ് ഞാൻ എന്നവർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം, അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങി വരും. അതുകൊണ്ടാണ് ആ മഹാന്മാരുടെ വചനങ്ങൾ അങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മാത്രമല്ല, സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടതും പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇനി സംഹരിക്കപ്പെടുന്നതും, സൃഷ്ടി സ്ഥിതി സംഹാരം സർവസ്വവും ഒരു മനുഷ്യന്റെ എന്നല്ല, ജിന്ന് മലക്ക് ഇൻസ് സർവചരാചരങ്ങളുടെ നിലനിൽപ്പും സൃഷ്ടിപ്പ് മാത്രമല്ല നിലനിൽപ്പും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ്. അപ്പൊ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്, ആ അവസ്ഥയിലൂടെയാണ് അള്ളാഹു ലോകത്തെ നിയന്ത്രിക്കുന്നത്. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഹബീബിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിലൂടെയാണ് ലോകത്തേക്ക് സർവ്വം ചൊരിയുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം ഹബീബിലൂടെയാണ്. ഈ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ, ഒരു മഹാൻ, ഒരു വലിയ ഈ അവസ്ഥയിലേക്ക് ഉയർന്നുയർന്ന് ഈ അവസ്ഥയിലേക്ക് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ പദവി ഉയർന്ന് അതിൽ വിലയം പ്രാപിച്ച് കഴിയുമ്പോൾ അവരിൽ നിന്ന് വരുന്ന അന, ഞാൻ എന്ന് പറയുന്ന ആ വാക്ക് അവിടെ നിന്നാണ് വരുന്നത്, അവിടേക്കാണ് കടന്നു പോകുന്നത്. അല്ലാതെ പ്രത്യക്ഷമായ അർത്ഥത്തിലല്ല. അതിന്റെ അർത്ഥം അവരിൽ ആ അവസ്ഥ അവരിൽ വന്നു ചേർന്നു, അവരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തജല്ലി അവരിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരുടെ രൂപങ്ങൾ
എടുത്തണിയാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തജല്ലി മഹാന്മാരിലൂടെ ഉണ്ടാകാറുണ്ട്. ഹബീബിനെ ഞാൻ എൻ്റെ ഷെയ്ഖിന്റെ രൂപത്തിൽ കണ്ടു എന്ന് പോലും ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുൽ അസീസിൻ ദബ്ബാഗ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ എൻ്റെ ഷെയ്ഖിന്റെ രൂപത്തിൽ കണ്ടു എന്ന്. എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ മഹാൻ വിലയം പ്രാപിക്കുകയാണ്, ഫനായിലായി പോവുകയാണ്. അങ്ങനെ ഫനാഉൽ എല്ലാം കഴിഞ്ഞ് ഹബീബിനെ കൊണ്ട് ബാക്കിയാവുകയാണ് ഇവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ആയിത്തീർന്നത്. മഹാനവറുകൾ അങ്ങനെ ആയിന്ന് മാത്രമല്ല, ഹബീബിലേക്കുള്ള വിലയം പ്രാപിച്ച് ഹബീബിലേക്കുള്ള ആ ഫനാ ഏറ്റവും ഉന്നതമായ മർത്തബയിൽ പൂർത്തിയാക്കിയ മഹാനാ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തഫീഖുൽ ഖാത്തിറിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്ന ചരിത്രം കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല പ്രത്യേകതകളും ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പക്ക് ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഈച്ചേരിക്കാറുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഈച്ചേരിക്കാറുണ്ടായിരുന്നില്ല. കോട്ടുവ ഇടാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിയർപ്പ് സുഗന്ധമായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ ചോദിക്കുകയുണ്ടായി, ഓ ബഹുമാനമുള്ള വാപ്പാ, ഓ പിതാവേ, അങ്ങയിൽ ഞങ്ങൾ കാണുന്ന പ്രത്യേകതകൾ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട പ്രത്യേകതകളാണല്ലോ. ഈ പ്രത്യേകതകളിൽ പലതും ഞങ്ങൾ അങ്ങയിൽ കാണുന്നുണ്ടല്ലോ പിതാവേ, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കുകയുണ്ടായി ഒരിക്കൽ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാ, ലാ വജൂദ ലി അബ്ദുൽ ഖാദിർ ഇന്നമാ വജൂദുഹു വജൂദു ജദ്ദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു കാന ഫാനിയൻ വബാഖിയൻ ഫീ ദാത്തി ജദ്ദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ ഖാദിർ ഇല്ല, ലാ വജൂദ ലി അബ്ദുൽ ഖാദിർ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, അബ്ദുൽ ഖാദിർ ഇല്ല, അബ്ദുൽ ഖാദിറിന് ഒരു വജൂദുമില്ല. ഇന്നമാ വജൂദുഹു വജൂദു ജദ്ദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും ഈ വുജൂദ് എന്റെ വല്ലിപ്പയാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദാകുന്നു. ഈ വുജൂദ് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ലിഅന്നഹു കാന ഫാനിയൻ വബാഖിയൻ ഫീ ദാത്തി ജദ്ദിഹി, ഹബീബായ തങ്ങളുടെ ദാത്തിൽ ഈ അബ്ദുൽ ഖാദിർ ഫാനിയായി ലയിച്ച് അലിഞ്ഞില്ലാതെയായി ഹബീബിനെ കൊണ്ട് ബാക്കിയായി. ഹബീബിനെ കൊണ്ടാണ് എന്റെ നിലനിൽപ്പ്, ഹബീബായ തങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ പ്രത്യേകതകൾ എന്നിൽ വരുന്നത്. ഹബീബിൽ ലയിച്ചു ഒരു പുഴ ഒഴുകിച്ചേർന്ന കടലിൽ ലയിച്ചു ചേർന്ന് പിന്നെ അവിടെ പുഴ വേറെയില്ലല്ലോ, കടൽ മാത്രമല്ലേ ഉള്ളൂ. ഇപ്രകാരം ഹബീബിൽ ലയിച്ചു ചേർന്ന് ഹബീബിലൂടെ പിന്നെ നിലനിൽക്കുകയാണ് ആര്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പ്രത്യേകത വരുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ ശിഷ്യനായ തന്റെ സ്വന്തം മകനായ അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, അങ്ങനെയാണെങ്കിൽ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ നിഴല് കാണുന്നുണ്ടല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് നിഴലുണ്ടല്ലോ. തറക്തുഹു അംദൻ ലിഅല്ലാ യظنൂനി അന്നീ നബിയ്യുൻ, ബഹുമാനമുള്ളവർ മറുപടി കൊടുക്കുകയാ, തറക്തുഹു അംദൻ, ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കിയതാ. നിഴല് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം ലിഅല്ലാ യظنൂനി അന്നീ നബിയ്യുൻ, ഞാൻ നബിയാണ് എന്ന് അവർ ജനങ്ങൾ ഭാവിച്ചു പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ നബിയല്ല, മറിച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ ലയിച്ച് വിലയം പ്രാപിച്ചിരിക്കുകയാ. ഏതുപോലെ? നിങ്ങൾ ചിന്തിക്കൂ, ഒരു ഇരുമ്പിന്റെ കഷണം തീക്കനലിൽ കൊണ്ടുപോയിട്ട് ആ ഇരുമ്പ് ചൂടായി പഴുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ തീക്കട്ട പോലെ തന്നെയായി മാറും ഈ ഇരുമ്പ് കട്ടയും. കണ്ടാൽ തിരിച്ചറിയില്ല. തീക്കട്ടയും ഇരുമ്പ് കട്ടയും ഒരുപോലെ ചുവന്ന് പഴുത്തിരുന്നത് കണ്ടാൽ തീക്കട്ട ഏതാണ് ഇരുമ്പ് കട്ട ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധം രണ്ടും ഒരേപോലെ, തീക്കട്ടക്കുള്ള മുഴുവൻ സ്വഭാവങ്ങളും ആ സമയത്ത് ആ ഇരുമ്പ് കട്ടക്കുണ്ടാകും. എന്തുകൊണ്ടുണ്ടാവും? അത് വിലയം പ്രാപിച്ചു അതേപോലെ തന്നെയായി മാറിയിരിക്കുകയാ സർവ്വ സ്വഭാവത്തിലും.
ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ബഹുമാനമുള്ള ഗൗസുൽ ആലം തങ്ങൾ പാപ്പ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പൂർണ്ണമായി ലയിച്ചു, വിലയം പ്രാപിച്ചു. അപ്പോ അതുകൊണ്ടാണ് കുന്തു ഇബ്രാഹീമു മുൽഖം ബിനാരിഹി വമാ അബ്റദൻ നീറാനു ഇല്ലാ ബിലഹളതി. ബഹുമാനപ്പെട്ട ഗൗസുൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ഞാനുണ്ടായിരുന്നു ആ മുതുകിൽ, ഞാനുള്ളത് കൊണ്ടാണ് ആ തീക്കുണ്ടാരം അണഞ്ഞുപോയത് എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ പാടിയിട്ടുണ്ട്. എന്നാലോ മങ്കൂസ് മൗലിദിൽ നാം എന്താ പറഞ്ഞത്? നമ്മൾ എന്താ വായിക്കുന്നത്? ഹബീബായ തങ്ങളുടെ ഹദീസല്ലേ, വിശുദ്ധമായ ഹദീസല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തേക്ക് എറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തീ അണഞ്ഞു പോയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുതുകിലുള്ളത് കൊണ്ടല്ലേ. ഇങ്ങനെയല്ലേ ഹബീബിന്റെ വിശുദ്ധമായ ഹദീസ് ഉള്ളത്? മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്ത് തന്നെ അങ്ങനെയല്ലേ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹദീസല്ലേ, നൂഹ് നബിയുടെ കപ്പൽ എന്തുകൊണ്ട് മുങ്ങിയില്ല? നൂഹ് നബിയുടെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂൽ ഉള്ളത് കൊണ്ടല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ എന്താണ് റസൂൽ തങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ആ വിശുദ്ധമായ തജല്ലിയിലേക്ക് ഇവർ കടന്നു കഴിയുമ്പോൾ ഇവരുടെ റുബ്ബമാ തകല്ലമൽ ആരിഫ് അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമായിരിക്കും അവരിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ തജല്ലിയിലാണ് അവർ നിൽക്കുന്നത്. ഈ അവസ്ഥയിലാണ് അവരുടെ കലാം വരുന്നത്. അവരുടെ കലാമിനെ നാം അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ സംസാരിക്കുന്നത് അള്ളാഹുവും അവന്റെ റസൂലുമാണ് അവരിൽ ഉള്ളത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനാ ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ മിൻ മശായിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖുനാ നൂർ മുഹമ്മദ് അബീബക്കൽ മടവൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ വാസസ്ഥലം റൗളയാകുന്നു. നിങ്ങൾ ചിന്തിക്കൂ, റൗളയിൽ ആരാ ഉള്ളത്? ഹബീബായ തങ്ങളല്ലേ റൗളയിലുള്ളൂ. ബഹുമാനമുള്ള ശൈഖുനാ പറയുന്നു എന്റെ വാസസ്ഥലം റൗളയാകുന്നു. അതിന്റെ അർത്ഥം ആ സംസാരം ആരിൽ നിന്നാണ് വരുന്നത്? ഹബീബിലേക്ക് ലയിച്ചു പോയി, ഹബീബിലേക്ക് വിലയം പ്രാപിച്ചു പോയി. ഐസ് കട്ട ഉരുകി ഉരുകി വെള്ളത്തിലിട്ടാൽ ഐസ് കട്ട ഉരുകി വെള്ളമായി തീരുന്നത് പോലെ അവർ ആത്മീയമായി ലയനം നടക്കുകയാ. ആത്മീയമായി അവർ ശുഹൂദിലായി. ആ ശുഹൂദിൽ നിലനിൽക്കുമ്പോൾ അവരിൽ അങ്ങനെയാണ് മറകൾ അവരിൽ മാറ്റപ്പെടുകയാ. ഇത് മനുഷ്യനിൽ മാത്രം സംഭവിക്കുന്ന പ്രത്യേകതയാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് മറകൾ നീക്കം ചെയ്യുമ്പോൾ അവരിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആ പ്രത്യേകമായ തജല്ലി അവരിൽ വെളിവാവുകയാണ്. ഇതിന്റെ ആ പദവിയുടെ ഏറ്റ വ്യത്യാസം അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ലയിക്കുന്ന ലയനത്തിന്റെ ആ പദവിയുടെ ഏറ്റ വ്യത്യാസം അനുസരിച്ചു കൊണ്ടാണ് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ പദവി തന്നെ തീരുമാനിക്കപ്പെടുന്നത്. സമ്പൂർണമായ ലയനം പ്രാപിച്ചവർക്ക് ഉന്നത പദവിയാണ്. അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ ഉപ്പാപ്പയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ നൂർ മുഹമ്മദ് അബീബക്കൽ മടവൂരി റളിയല്ലാഹു അൻഹു തങ്ങളും അതുപോലെപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഗരീബ് നവാസ് അത്വായി റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെയും ഇത്തരം പദവികൾ പ്രാപിച്ചവരാ. ഒരു തുച്ഛമായ ആളുകളാണ് അക്കൂട്ടത്തിലുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ പദവികൾ അവർക്കുണ്ട്. എല്ലാം ഹബീബിലേക്ക് ലയനം പ്രാപിക്കുന്നതിന് അടിസ്ഥാനത്തിൽ മാത്രം നൽകപ്പെടുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാത്തിനും അടിസ്ഥാനം. അംബിയ ആണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത അംബിയായിനാണ്. പിന്നീട് ഔലിയാക്കന്മാർക്കാണ് എല്ലാം നൽകപ്പെടുന്നത്. ഹബീബായ റസൂലിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാരിസായിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാവർക്കും. ഇങ്ങനെ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും മുകളിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവനെ കൂടാതെ യാതൊന്നും തന്നെ ഇല്ല. ഹബീബും ഹബീബിന്റെ ശേഷം വരുന്ന അമ്പിയ ഔലിയാക്കന്മാർ സർവസ്വവും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിനല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് പഠിപ്പിക്കാനാ ഹബീബ് വന്നത്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും ചലിക്കില്ല, ഒന്നും നടക്കൂല. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും നിലനിൽക്കുകയുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിലൂടെ അല്ലാഹുവിനെ കൊണ്ട് അല്ലാഹുവിലായി നിലനിൽക്കുന്ന നൂറാണ് ഹബീബ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കൂടാതെ ഹബീബിന് ഒന്നുമില്ല. അള്ളാഹുവില്ലാതെ ഹബീബില്ല. ഹബീബിലൂടെ അല്ലാതെ അള്ളാഹു ലോകത്തേക്ക്
അവന്റെ റഹ്മത്ത് ചുരിഞ്ഞിട്ടുമില്ല. ഇപ്രകാരം നാം അള്ളാഹുവിനെയും റസൂലിനെയും വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ഔലിയാക്കന്മാരിലൂടെ മഹാന്മാരിലൂടെ മനസ്സിലാക്കാൻ അള്ളാഹു കുറഞ്ഞ രീതിയിലെങ്കിലും, നമുക്ക് സാധ്യമല്ല എങ്കിലും ആ മഹബത്തിലേക്ക് എത്താൻ, ആ ഒരു അംശമെങ്കിലും നമ്മിലേക്ക് എത്താൻ, ആ തൗഹീദ് നമ്മളിലേക്ക് വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.